റോഡ് എക്സ്പ്ലോറർ എന്ന് പറയുന്ന ആ ദേശീയപാതയുടെ അപ്ഡേഷൻ ചാനലിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നന്ദിയിലേക്കുള്ള കുന്നും കയറി നമ്മൾ പോവുകയാണ്. അപ്പോൾ നന്ദി ദേശീയപാതയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബർ ഒരു 330 നിൽക്കുകയാണ്. അത് എല്ലാ ആളുകളും കൂടി ഒന്ന് കൈവച്ചിട്ട് 1000 എത്തിച്ചാൽ വലിയ ഉപകാരമാണ്. അപ്പോൾ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള റോഡിൻ്റെ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ ഇതിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഏറ്റവും ചാനൽ ഒന്ന് കൈവച്ചിട്ട് അത് 1000 സബ്ബാക്കി തരാനാണ് പറയാനുള്ളത്. അപ്പം നമ്മൾ നന്ദിയുടെ തുടക്കത്തിലാണ് നമ്മളത്. എൻ്റെ മോനെ എന്തൊരു കുണ്ട! നമ്മുടെ ക്യാമറയുടെ പൊസിഷൻ കുണ്ടുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ സത്യസായി ബാബ കോളേജിൻ്റെ ഭാഗത്ത് പ്രാന്തപ്രദേശം ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് 6 പാനലുകൾ ഇവിടുന്ന് തൂക്കിയെടുത്ത് പൂച്ചയെ കുട്ടിയെ എടുത്ത് കൊണ്ടുപോകുന്നത് പോലെ ക്രെയിന് തൂക്കിയെടുത്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ അതിനിടയിൽ നമ്മൾ ഈ ഭാഗം സത്യസായി ബാബ കോളേജിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ 3 വരിയുടെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഈ 1-2 ഒരാഴ്ച കൊണ്ട് നടന്ന മാറ്റമാണ്. ഇതൊക്കെയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. വാഗാഡ് എന്ത് വിശാലമാണ് നോക്ക് റോഡ്. ഇതേപോലെയൊക്കെ ചെയ്താൽ എന്ത് രസമുണ്ട് കാണാൻ. ഇതൊക്കെ എന്ത് രസമുള്ള കാഴ്ചകളാണ്. 3 വരി ടാർ ചെയ്തു. അടുത്ത 3 വരി ടാർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരുക്കപ്പാടാണ് ഇപ്പോൾ വാഗാട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്നിപ്പോൾ സൂര്യപ്രകാശമൊക്കെ നമുക്ക് പ്രതികൂലമായിട്ടാണ് നിൽക്കുന്നത്. കാലാവസ്ഥയിൽ വലിയ ഇതില്ല. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ സുഖമാണ്. പക്ഷേ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ വലിയ ദൃശ്യഭംഗി കിട്ടത്തില്ല. വെയിൽ വരുന്നുണ്ട്. 6 വരി ഈ ഭാഗങ്ങളിലൊക്കെ നേരത്തെ കംപ്ലീറ്റ് ഉണ്ട്. സൂര്യൻ ഉദിച്ച് തുടങ്ങി. നമ്മൾ പറഞ്ഞ സൂര്യൻ കേട്ടെന്ന് തോന്നുന്നു. എന്താ ഇപ്പം ശരിയായിട്ട് ഇടാൻ പറഞ്ഞാൽ എന്താക്കി സൂര്യൻ അങ്ങോട്ട് ഉദിക്കാൻ തുടങ്ങി സൂര്യൻ. എന്നാ പിടിച്ചോ, നിനക്ക് വെളിച്ചമല്ലേ വേണ്ടേ? അവൻ്റെ ഒരു വെളിച്ചം എന്ന് പറഞ്ഞാൽ നമ്മൾ വെളിച്ചം കൊണ്ട് ആറാട്ടാക്കും. അപ്പം നമ്മളെ വാഗാട് കൊയിലാണ്ടി ബൈപ്പാസിനകത്ത് ആദ്യമായി ടാർ ചെയ്തത് ഒരു പ്രദേശമാണ്. വാഗാടിന് നേരത്തെ പണി സ്പീഡാക്കി തരുന്നു. ഇവിടെയൊക്കെ ഇപ്പം ഫ്രിക്ഷൻ വാള് 6 പാനലുകൾ ഇതൊക്കെ ഡംപ് ചെയ്തിട്ടില്ല. നമ്മളെ തട്ടുകടയിൽ എണ്ണക്കടിയൊക്കെ പൊരിച്ചിട്ടതുപോലെ കൂട്ടിയിട്ടിരിക്കുക. നമ്മളെ തട്ടുകടയിൽ ചില്ല് കൂട്ടിനകത്ത് എണ്ണക്കടി നിരത്തി വെക്കുമല്ലോ, അതുപോലെ നിരത്തി നിരയായി വെച്ചിരിക്കുക. ഒരു സമ്മേളനം തന്നെ നട്ടു. ഫ്രിക്ഷൻ വാളിൻ്റെ സംസ്ഥാന സമ്മേളനം തന്നെ ഇവിടെ. അതുപോലെ 6 പാനൽ. ഇപ്പം ഫസ്റ്റ് റൺവേ പോലെ വിശാലമായി കിടന്ന ടാറിങ് പൂർത്തിയായ ഒരു പ്രദേശമായിരുന്നു. അതിന് ശേഷം പിന്നെ ഒന്നും കാര്യമായി നടന്നില്ല. മൂഢാടി കോഖലെ UP സ്കൂളാണ്. ഗോഖലെ UP സ്കൂൾ പരിസര പ്രദേശം, പ്രാന്തപ്രദേശം, അതിൻ്റെ മുന്നിലുള്ള ഭാഗമാണ്. ഇവിടെ കുറച്ച് ഭാഗം സോയിൽ നൈലിംഗ് ചെയ്തിട്ടുണ്ട്. ആ സോയിൽ നൈലിംഗ് 6 വരിയുടെയും ടാറിങ് പൂർത്തിയതാണെങ്കിലും മെറ്റീരിയൽസ് കംപ്ലീറ്റ് കൂട്ടിയിട്ടത് കാരണം അതിനകത്ത് 1 വരി മാത്രമാണ് ഇപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെ 6 വരി കഴിഞ്ഞതാണ് രമണ. 6 വരി എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെയെല്ലാം വാഗാടിൻ്റെ ഫ്രിക്ഷൻ വാള് മാത്രം.
എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെയെല്ലാം വാഗാടിൻ ഫിക്ഷൻ വാൾ മാത്രം. ഈ ഭാഗത്ത് കുറച്ച് ഭാഗം ടാർ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാൽ ക്രോസ് ചെയ്ത് പോകുന്നൊരു പ്രദേശമാണ്. അപ്പോൾ ആ ഭാഗത്ത് കുറച്ച് ടാറ് ചെയ്തു. ഇനി അടുത്തത് നമ്മൾ കുന്നിയോറാമലയുടെ തൊട്ടുമുന്നേയുള്ള പ്രദേശം. ഇവിടെ നിന്നൊക്കെ വാഗാട് കണ്ടമാനം മണ്ണടിച്ച് മാറ്റിയിട്ടുണ്ട്. കണ്ടമാനം അടിച്ചു മാറ്റിയെന്ന് പറയില്ല, എല്ലാം ദേശീയപാതയുടെ വർക്കിന് വേണ്ടി തന്നെ ഉപയോഗിച്ചു. ഇതൊക്കെ റീസെൻ്റ്ലി ഇതാറിയതാണ് കേട്ടോ. വാഗാട് ഒരു 10% ഈ അടുത്ത് ഒരു 1-2 ആഴ്ച കൊണ്ട് മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. ആ മണ്ണടിച്ച് ലെവൽ ചെയ്ത് അത് ടാർ ചെയ്യണം. കൊതിപ്പിക്കാതെ ടാർ ചെയ്യൂ വാഗാട്. അണ്ടർ പാസേജ് ഉണ്ട്, മേപ്പയ്യൂർ ഭാഗത്തേക്കൊക്കെ പോകുന്ന അണ്ടർ പാസേജ്. നമ്മൾ കൊയിലാണ്ടി മേപ്പയ്യൂർ ഭാഗത്തേക്ക് പോകുന്ന അണ്ടർ പാസേജാണ്. അണ്ടർ പാസേജിൻ്റെ ഭാഗത്ത് സർവീസ് റോഡുണ്ട്. ആ സർവീസ് റോഡിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ മണ്ണൊക്കെ അടിച്ച് അതേപോലെ തന്നെ ഈ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെയാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കൊയിലാണ്ടി മേപ്പയ്യൂർ ഭാഗത്തേക്ക് പോകുന്ന അണ്ടർ പാസേജ്. അപ്പം വാഹനങ്ങളൊക്കെ വലിയ വിശാലമായ അണ്ടർ പാസേജ് തന്നെയാണിത്. അതിൻ്റെ താഴ്ഭാഗത്ത് കൂടി നമ്മൾ യാത്ര ചെയ്തിട്ടില്ല. അപ്പം വിശാലമായ അണ്ടർ പാസേജ് തന്നെയാണ്. ഇതാണ് ഇവിടെ നിന്നുള്ള ഏറ്റവും നെക്സ്റ്റ് അത് ക്രോസ് ചെയ്താൽ എന്നാ പണിയാണ് കാണിച്ചിരിക്കുന്നത്. സർവീസ് റോഡിലൂടെ ഇറങ്ങിപ്പോകണം. ഒരു കനാലുണ്ട്, ഇറിഗേഷൻ്റെ കനാൽ. ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്പെടുക, ഈ ഏപ്രിൽ മാസങ്ങളിൽ. ഇവിടെയൊക്കെ നന്നായി ടാർ ചെയ്തിട്ടുണ്ടല്ലോ. എന്നാലും നമ്മളെ ഈ കുറച്ച് ഭാഗം, അതായത് നമ്മളെ ഫുട്പാത്തിൻ്റെ ഡ്രൈനേജിൻ്റെ ആ ഒരു ഭാഗത്ത് കുറച്ചുകൂടി ടാറിങ് ലെവൽ ചെയ്തൊന്ന് സെറ്റാക്കേണ്ടതുണ്ട്. പാനലൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞ് അതിൻ്റെ വർക്ക് കഴിഞ്ഞു. അതിൻ്റെ മുകളിൽ ഫ്രിക്ഷൻ വാൾ സ്ഥാപിച്ചു. ഇവിടെയും വലിയ അണ്ടർ പാസേജാണ്. നല്ല മോശമില്ലാത്ത ഗംഭീരമായിട്ടുള്ള അണ്ടർ പാസേജാണ്. അത്ര മോശം പറയാനില്ലാത്ത അണ്ടർ പാസേജ്. നമ്മുടെ മേപ്പയ്യൂർ ഭാഗത്തേക്ക് പോകുന്ന അണ്ടർ പാസേജ്. ഇവിടെയൊക്കെ ഇനി നമ്മുടെ കുന്നിയോറാമലയുടെ ചുവട്ടിൽ നിന്നും സർവീസ് റോഡ് ഈ ഭാഗം റീസെൻ്റ്ലി അറിയില്ല. എൻ്റെ മോനെ, ഇനി അവിടെ ഇവിടെയൊക്കെ കല്ലൊക്കെ വെച്ച് ആരെ മലർത്തി അടിക്കാനാണ്. ഇവിടെ അവസാനിച്ചോ റോഡ്? അവസാനിച്ചു രമണ. എന്താണ് രമണ ഇത്? ഇപ്പോൾ ഇവിടെ അപ്രോച്ച് റോഡിൻ്റെ ലെവലിംഗ് ആട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്രോച്ച് റോഡിൻ്റെ പാനൽ വെക്കാതെ താറി നിൽക്കുന്നത് ഇടിഞ്ഞു പോകില്ലേ ചങ്ങായി മയത്ത്? കളിയെല്ലാം ഞാൻ പറഞ്ഞു. അവിടെ പാനൽ വെക്കുന്നുണ്ട്. പാനലിനെ സാരി പതിപ്പിച്ചിരിക്കുകയാണ്. അതിൽ പോയപ്പോൾ ഗേസ് സർവീസ് റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കണം. അവന്മാർ എപ്പോൾ ഏത് സമയം എങ്ങനെ ബ്ലോക്ക് ചെയ്യുന്ന പറയാൻ പറ്റില്ല. അവർക്കത് ചെയ്യാതിരിക്കാൻ വേറെ നിർവാഹമില്ല. കാരണം പണി നടക്കണമല്ലോ. പണി നടന്നാൽ മതി. ഓഫ് റോഡാണ് ഭാരത. എന്തോ നോട ഇത്. കുന്നിയോറാമലയുടെ മുകളിലേക്ക്
ഒരു കൊബൽക്കോ ഒന്ന് സൈഡാക്കോ കൊബൽക്കോ, ഞങ്ങളൊന്ന് പോയിക്കോട്ടെ. എന്താ ഇത് തുടങ്ങിയാലോ. എന്തൊരു അനുസരണയുള്ള കേട്ടോ. മണ്ണടിക്കുന്നുണ്ടല്ലോ. എന്താ ആംബുലൻസ് ഇതിൽ പോകാൻ തുടങ്ങിയോ? ആംബുലൻസ് നമ്മളെ കുന്നിയോറാമലയുടെ ഭാഗത്തു നിന്നുള്ള കാഴ്ച, ആകാശ കാഴ്ച. കുന്നിയോറാമലയുടെ ഭാഗത്തു നിന്നൊന്ന് കാണുന്ന കാഴ്ചകൾ കാണാമല്ല. ഇവിടെ ഒരു ആൾട്ട് പോസ്റ്റ് ഉണ്ട്, അത് ശ്രദ്ധിക്കണം. കുന്നിയോറാമല, ഹേയ് കണ്ട, കുന്നിയോറാമലയുടെ ഭാഗത്ത് ഒരുപാട് മണ്ണൊക്കെ അടിച്ച് ലെവൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു വൃത്തിയും പനിയൊക്കെ ആക്കിയേക്ക് ഭാഗം. ഈ മഴ പെയ്താൽ അല്പം വീഡിയോ എടുക്കാൻ ടാസ്ക് ആയിരിക്കുന്നുള്ളൂ. താറ് ഇതെന്താ സുഖമാണ്. കുന്നിയോറാമല കഴിഞ്ഞ് എൻ്റെ മോനെ എന്ത് കൊണ്ടാടേ എന്നൊന്ന് പറഞ്ഞോ. കുണ്ടുണ്ടാവില്ലേ? റോഡായ കുണ്ടുണ്ടാവും, വർക്ക് നടക്കുന്ന സ്ഥലത്ത് പ്രത്യേകിച്ചും കുണ്ടുണ്ടാവും. സ്വാഭാവികം എന്നല്ലേ നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ചാൽ? എനിക്കറിയാം. അതിനെ കൊണ്ട് ഞാനങ്ങ് തിരുത്തി. വെറുതെ നിങ്ങളുടെ വായില കേൾക്കണ്ടല്ലോ. അവിടെ ഒരു അണ്ടർ പാസേജ്, കുഞ്ഞ് അണ്ടർ പാസേജ് കേട്ടോ, അത് കാണിക്കാൻ വിട്ടുപോയി. അപ്പം നമ്മളെ പന്തലായനി ഭാഗത്ത് അണ്ടർ പാസേജ് ഉണ്ട്. ആ അണ്ടർ പാസേജിൻ്റെ വർക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഒരു 3 വരിയുടെ ഭാഗത്തുള്ള ഭിത്തി, കോൺക്രീറ്റ് ഭിത്തി, അതിൻ്റെ ഹാഫ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ഹാഫിനുള്ള വർക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പന്തലായനിയിൽ ഇവിടെ അണ്ടർ പാസേജ് വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമരം നടത്തിയിരുന്നു. സാറെ പറഞ്ഞിരുന്നു, വാഗാട് വർക്ക് ഡിലേ ആക്കിയതുകൊണ്ട് അണ്ടർ പാസേജ് കിട്ടിയില്ലേ എന്നൊക്കെ ചോദിച്ചു. എന്തായാലും അണ്ടർ പാസേജ് വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. പന്തലായനിയിൽ ആളുകൾ പന്തൽ കെട്ടി സമരം ചെയ്തതിന് ശേഷം അവിടെ ഒരു അണ്ടർ പാസേജ്, ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജ് വാഗാടിൻ്റെ ഔദാര്യത്തിൽ ലഭിച്ചിരിക്കുന്നു. അതൊക്കെ ഔദാര്യമാണ്. കാരണം എന്താ അറിയുമോ, ഓൾറെഡി ഇതൊന്നും നമ്മളെ DPR ഇല്ലാത്ത സാധനമാണ്. അപ്പോൾ DPR ഇല്ലാത്ത സാധനം കൊടുക്കണമെന്ന് വലിയ നിബന്ധനകളൊന്നുമില്ല. ഉണ്ടെങ്കിലും അതിനൊരു പെർസെൻറ്റേജ് ഉണ്ട്, അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഒരു കോൺട്രാക്റ്റിനകത്ത് ഇത്ര ശതമാനമേ നിലവിലുള്ള വർക്ക് ഇതിനേക്കാൾ വർദ്ധിപ്പിക്കേണ്ടതുള്ളൂ എന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ കോഴിക്കോട് വെങ്ങള റീച്ചിൽ നോക്കുകയാണെങ്കിൽ അതൊക്കെ അതിൻ്റെ 2 ഇരട്ടി ഓൾറെഡി കഴിഞ്ഞു. അപ്പം നമ്മൾ പന്തലായനി കഴിഞ്ഞ് നേരെ കോമത്തുകര ദേശീയ പാതയിലൂടെ സഞ്ചരിക്കുകയാണ്. കോമത്തുകരയുടെ മുന്നേ ഇതൊക്കെ കണ്ട വണ്ടി ഒന്ന് അറിയാതെ ഒന്നങ്ങ് ആക്സിലേറ്റർ ചുമ്മാതെ അങ്ങ് മുരണ്ടിപ്പോകുന്ന ശീലം ഞാനുൾപ്പെടെയുള്ള പലർക്കും ഉണ്ട്. ഇതൊന്നും വണ്ടി ഒന്നല്ല കേട്ടോ.
ആളുകൾക്ക് എങ്ങനെയും വരാം. ഇറ്റ് ഈസ് നോട്ട് എ ബിഗ് ഡീൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വൺ വേ ആണെന്ന് കരുതിയിരുന്നു. പിന്നെ ഇപ്പം നമ്മളെ കോമത്തുകര ഓവർ പാസേജ്, ഈ ഓവർ പാസേജിന് അല്പം വലിപ്പം കുറഞ്ഞു പോയി, വീതി കുറഞ്ഞു പോയി എന്നൊക്കെ ഉള്ള പരാതികളുണ്ടായിരുന്നു. പരാതിയും പരിഭവമൊക്കെ ഉണ്ടായിരുന്നു. അടുത്ത നേരെ അങ്ങോട്ട് ചെങ്ങോട്ട് കാവിലേക്കാണ്. ചെങ്ങോട്ട് കാവ് ഇവിടുന്ന് അങ്ങ് കംപ്ലീറ്റ് ഈ ഭാഗത്ത് നിന്ന് അങ്ങോളം വരെ ടാറിങ് പൂർത്തിയായതാണ്. ഇത് കണ്ട നീ അത് കണ്ടോ? ഞാനത് കണ്ടില്ല. സൂര്യൻ ഉദിക്കുക, പിന്നെ സൂര്യൻ കുറച്ച് കഴിഞ്ഞാൽ അപ്രത്യക്ഷപ്പെടുക, വീണ്ടും നല്ല ശക്തമായ സൂര്യപ്രകാശം ഇങ്ങനെ കളിക്കുന്നുണ്ട്. നമ്മളെ വോൾട്ടേജ്, സൂര്യൻ്റെ വോൾട്ടേജ് ഇടയ്ക്ക് കുറയുകയും കൂടുകയും ചെയ്യും. ഏപ്രിൽ മാസം അധികം എ സി ഇട്ടുകൊണ്ടാണോ എന്നറിയില്ല. എ സി ഇട്ടാൽ വോൾട്ടേജിന് കമ്മിയാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ സൂര്യപ്രകാശം കമ്മിയായിക്കൊണ്ടിരിക്കും. എന്തായാലും മഴ ഈ മാസം തന്നെ ഒക്കെ അല്ലെ അടുത്ത മാസമൊക്കെ തുടങ്ങാനുള്ള എല്ലാ സാധ്യതകളും നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് വേഗാടിനെ തെറി വിളിച്ചു കൊണ്ടുള്ള കാഴ്ചകളായിരിക്കും. അതുകൊണ്ട് വെള്ളത്തിനടിയിലൊക്കെ ആവാനുള്ള സാധ്യത ഈ മഴക്കാലത്തും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെങ്ങോട്ട് കാവിലെത്തി. ചെങ്ങോട്ട് കാവിൽ ഈ അപ്രോച്ച് റോഡിൻ്റെ 6 വരിയും പൂർണ്ണമായും കംപ്ലീറ്റായി. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇപ്പോൾ ചാനൽ ആരെങ്കിലും ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമായിട്ടുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ, ഒന്ന് ലൈക്ക് ചെയ്തേ, ഒന്ന് ഷെയർ ചെയ്തേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതിൻ്റെ മുകളിലുള്ള കാഴ്ചയും കൂടി കാണിച്ചു തന്നില്ലേ, മോശമല്ലേ? അപ്പോൾ നമ്മൾ ചെങ്ങോട്ടുകാവ് ഫ്ലൈ ഓവറാണ്. ആ ഫ്ലൈ ഓവറിൻ്റെ താഴെ ഭാഗത്തുള്ള ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഷട്ടറിങ് വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ടാറിങ്ങിൻ്റെ വർക്കും പിന്നെ അതോടൊപ്പം തന്നെ ഈ ഫ്ലൈ ഓവറും അപ്രോച്ച് റോഡ് ലിങ്ക് ചെയ്യാനുള്ള വർക്കാണ് ഈ പ്രദേശത്ത് നടക്കാൻ ബാക്കിയുള്ളത്. ജസ്റ്റ് സർവീസ് റോഡിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല. പഴയ കൊയിലാണ്ടി ദേശീയപാതയും നമ്മളെ പുതിയ ദേശീയപാതയും അതിനോട് ചേർന്നിട്ടുള്ള സർവീസ് റോഡും, പഴയ ദേശീയപാത, പുതിയ സർവീസ് റോഡ്, ഇവിടെയൊക്കെ നല്ല രീതിയിൽ ഫില്ല് ചെയ്യണം. ശരിക്കും പലയിടത്തും പല കമ്പനികൾക്ക് അബദ്ധം പറ്റുന്നതാണ്. ഇവിടെ നല്ല രീതിയിൽ ഫില്ല് ചെയ്തില്ലെങ്കിൽ പിന്നീട് താണു പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും. കാരണം കോർണർ ഇതിൽ നമ്മളെ ഈ എന്താ പറയുക, റോഡ് റോളർ കറക്റ്റ് ഈ കോർണറിൽ എത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അത്തരത്തിൽ സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.